ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ മാതൃഭൂമി ന്യൂസ് ചർച്ചയാക്കിയ വാർത്തയാണ്. കോർപ്പറേഷൻ അതിൽ വേഗത്തിൽ ഇടപെടുന്നതും കണ്ടതാണ്. ആ ഇടപെടൽ അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. തിരുവനന്തപുരത്ത് പോലീസുകാരിയുടെ തെരുവുനായ വളർത്തലിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഉറപ്പ് പാഴായി എന്നതാണ്. അതായത് പകുതി നായ്ക്കളെ മാറ്റുമെന്ന് കോർപ്പറേഷൻ അറിയിച്ചിരുന്നതാണ്. സ്ഥലപരിമിതി ഉള്ളതിനാൽ പേട്ടയിലെ വെറ്റിനറി ഡോക്ടർ അനുമതി നൽകിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ടി എസ് ഹരീഷിന് വിവരങ്ങൾ വേണ്ട. ഹരി, നേരത്തെ കോർപ്പറേഷൻ വി രാജേഷിൻ്റെ പ്രതികരണം കണ്ടാണ് വേണ്ട ഇടപെടൽ ഉണ്ടാകും എന്ന്. അടുത്ത വീട്ടുകാരുടെയൊക്കെ ഒരു ദുരിതാവസ്ഥയെക്കുറിച്ച് നമ്മൾ വാർത്തയിൽ വിശദമായി കണ്ടതുമാണ്. ഒരു മനുഷ്യന് നല്ലൊരു വീട് വെച്ചിട്ട് അതിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. എന്താണ് കോർപ്പറേഷനിപ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടത് പാഴാവുന്ന സ്ഥിതി ഉണ്ടായത്? വേറൊരു നടപടിയും സാധ്യമല്ലേ? പേട്ടയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് നായകളെ മാറ്റുമെന്നായിരുന്നു കോർപ്പറേഷൻ പറഞ്ഞിരുന്നത്. പക്ഷെ പ്രശ്നം എന്തെന്നാൽ പേട്ടയിലെ ഈ സംരക്ഷണ കേന്ദ്രത്തിൽ ഓൾറെഡി ഇപ്പോൾ തന്നെ നായകൾ വേറെയുണ്ട്. ഇപ്പോൾ പേട്ടയിലെ വെറ്റിനറി ഡോക്ടർ പറഞ്ഞു അവിടെയുള്ള നായ്ക്കളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ ഈ നായ്ക്കളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാവൂ. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 50ഓളം നായ്ക്കളുണ്ട്. അതിൽ പകുതി നായ്ക്കളെ മാറ്റാനായിരുന്നു കോർപ്പറേഷൻ ശ്രമിച്ചിരുന്നത്. അതിനുവേണ്ടി ഇന്ന് ജീവനക്കാരും കൗൺസിലറും ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുകയും ചെയ്തതാണ്. പക്ഷേ വെറ്റിനറി ഡോക്ടറാണ് പറഞ്ഞത് അത് ഇപ്പോൾ കൊണ്ടുവന്നാൽ ശരിയാവില്ല. ഇവിടെയുള്ള നായ്ക്കളെ ഇപ്പോൾ ഇത്രയും നായ്ക്കളെ കൂടെ കൊണ്ടുവരികയാണെങ്കിൽ അവിടെ പാർപ്പിക്കാനുള്ള അസൗകര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ആ നായ്ക്കളെ മറ്റൊരു ഷെൽട്ടറിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ ഇനി പുതുതായിട്ട് ഇവിടെ നിന്ന് നായ്ക്കളെ ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയൂ എന്ന്. അപ്പോൾ കോർപ്പറേഷൻ നേരത്തെ തന്നെ ഇത് പറഞ്ഞിരുന്നു. ഇന്ന് ഇത് പകുതി നായ്ക്കളെങ്കിലും മാറ്റും എന്നുള്ള കാര്യം കോർപ്പറേഷൻ പറഞ്ഞതാണ്. പക്ഷേ കോർപ്പറേഷൻ പറഞ്ഞ കാര്യം പാലിക്കാൻ പറ്റിയില്ല. ഒന്നുകിൽ അവർ സംവിധാനം ഉണ്ടോ? ഇപ്പോൾ ഈ വെറ്റിനറി ഡോക്ടർ പറയുന്ന പോലെ അടുത്ത നായ്ക്കളെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാനുള്ള ഒഴിവുണ്ടോ? ഇപ്പോൾ ഈ ABC കേന്ദ്രങ്ങൾ തന്നെ വലിയ പ്രശ്നമുള്ള ആളുകളുടെയൊക്കെ വലിയ ഒരു എതിർപ്പുമൊക്കെ ഉള്ളതുകൊണ്ട് കാലങ്ങളായിരുന്നു നമ്മൾ എത്രയോ തവണ ചർച്ച നടത്തിയതാണ്, വാർത്തകൾ കൊടുത്താണ്. ABC കേന്ദ്രങ്ങൾ മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരമാർഗ്ഗം ഉണ്ടോ? അതോ വീണ്ടും ആ വീട്ടുകാർ ഈ പട്ടിയുടെ കുരയും രാത്രിയിലത്തെ ഈ ശബ്ദമൊക്കെ കേട്ട് ഉറങ്ങാതിരിക്കേണ്ട അവസ്ഥയാണ്? പരിഹാരം എന്ന് പറയുന്നത് ഇപ്പോൾ കോർപ്പറേഷനുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ മാസം 31-നകത്ത് നായ്ക്കളെ അവിടെ നിന്ന് മാറ്റുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ പേട്ടയിലെ നായ്ക്കളെ എവിടേക്ക് മാറ്റുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ധാരണയായിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്നുകിൽ കോർപ്പറേഷൻ ആദ്യമേ ചെയ്യേണ്ടത് അതായിരുന്നു. പേട്ടയിലെ നായ്ക്കളെ അവിടെ നിന്ന് മാറ്റാനുള്ള വഴി ആദ്യം കണ്ടെത്തിയതിന് ശേഷമായിരുന്നു ഈ നായ്ക്കളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ. അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം വരുമെന്ന് കോർപ്പറേഷന് നേരത്തെ ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷേ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായില്ല. ഇപ്പോൾ വെറ്റിനറി ഡോക്ടർ അവിടുത്തെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കണം വെറ്റിനറി ഡോക്ടർ ഈ ഒരു കാര്യം പറഞ്ഞത് തടയുകയും ചെയ്തത്. പക്ഷേ ഇനിയിപ്പോൾ ഈ 31-നകം മാറ്റുമെന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. ആ ഉറപ്പ് പാലിക്കുമോ ഇല്ലയോ എന്നാണ് ഇനി അറിയേണ്ടത്. ശരി, എന്തായാലും